Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIIMS Nagpur. In നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് MCQലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ യൂക്കറിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ബിലോങ് ടു. എല്ലാ യൂക്കറിയോട്ടിക് ആയ യൂണിസെല്ലുലാർ ഓർഗാനിസം ഏത് കിങ്ഡത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ? ഓപ്ഷൻ എ മൊനീറയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് കിങ്ഡം മൊനീറയില് ആകെ ഉള്ളത് ഏതാ? എല്ലാം പ്രോക്കറിയോട്സ് ആണ് ആൻഡ് ബാക്ടീരിയനെയാണ് നമുക്ക് കിങ്ഡം മൊനീറയിൽ കാണാൻ പറ്റുക. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? യൂക്കറിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്. അപ്പൊ മൊനീറ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? പ്രോട്ടിസ്റ്റ. നമുക്കറിയാം എന്ത് എല്ലാ യൂണിസെല്ലുലാർ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂക്കറിയോട്സും എന്താണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് ആണ്. അപ്പോ നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടിയത്? പ്രോട്ടിസ്റ്റ. ഇനി തേർഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കിങ്ഡം ഫംഗൈ. നമുക്കറിയാം കിങ്ഡം ഫംഗൈൽ എങ്ങനത്തെ ഓർഗാനിസംസ് ആണ്? യൂക്കറിയോട്ടിക് ആയ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് കിങ്ഡം ഫംഗൈൽ കാണാൻ, യൂണിസെല്ലുലാർ അല്ല. ഇനി കിങ്ഡം ഫംഗൈൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ആകെ കാണുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസം ഏതാണ്? ഈസ്റ്റ്. അപ്പോ എക്സെപ്റ്റ് ഈസ്റ്റ് ബാക്കിയുള്ള കിങ്ഡം ഫംഗൈയിലെ എല്ലാ മെമ്പേഴ്സും എന്താണ്? യൂക്കറിയോട്ടിക്കും മൾട്ടി സെല്ലുലാറും ആണ്. ഇനി അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും? എല്ലാ യൂക്കറിയോട്ടിക്കും യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഏത് കിങ്ഡത്തിൽ വരും? ഓപ്ഷൻ ബി, പ്രോട്ടിസ്റ്റ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? NCERT ഡയറക്ട്ലി പറയുന്നുണ്ട്. R.H. Whittaker ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. R.H. Whittaker ഇൻ ദ ഇയർ 1969. അയാൾ എന്തായിരുന്നു? ഒരു അമേരിക്കൻ ടാക്സോണോമിസ്റ്റ് ആയിരുന്നു. ആൻഡ് അയാൾ എല്ലാ ഓർഗാനിസംസിനെയും ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ വഴി 5 കിങ്ഡംസിലേക്ക് തിരിച്ചു. ഏതൊക്കെ 5 കിങ്ഡം? ഫസ്റ്റ് മൊനീറ, സെക്കൻഡ് പ്രോട്ടിസ്റ്റ, തേർഡ് ഫംഗൈ, 4 പ്ലാന്റേ ആൻഡ് 5 അനിമേലിയ. ഇനി വേറൊരു ഓപ്ഷൻ എന്തുണ്ട്? കാൾസ് ലിനേസ് ഉണ്ട്. നമുക്കറിയാം കെറോളസ് ലിനേസ് ഏത് ക്ലാസിഫിക്കേഷൻ ആണ് കൊണ്ടുവന്നത്? കെറോളസ് ലിനേസ് കൊണ്ടുവന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പോ 2 കിങ്ഡം ആണ് ലിനേസ് കൊണ്ടുവന്നത്. അപ്പോ അതല്ലാന്ന് മനസ്സിലായി. ഇനി വെർച്ചോ നമ്മൾ ഏതിന്റെ ഇതിലാ പഠിച്ചത്? ഡിസ്കവറി ഓഫ് സെൽ തിയറിയിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നാണ് വെർച്ചോ. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് പ്രൊപ്പോസ് ചെയ്തു? R.H. Whittaker. ലിനേസിന് ഇപ്പുറത്ത് എന്തെഴുതണം? അയാൾ കൊണ്ടുവന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് വെർച്ചോ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്? സെൽ തിയറി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസറും കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓർഗാനിസംസ് ലിവിങ് ഇൻ സോൾട്ടി ഏരിയാസിനെ നമുക്ക് എന്ത് വിളിക്കാന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്? മെത്തനോജൻസ്. ആൻഡ് മെത്തനോജൻസ് എന്താന്ന് നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് മെത്തനോജൻസ്? ദേ ആർ ബാക്ടീരിയ. ആൻഡ് അവരെവിടെയാണ് ജീവിക്കുന്നത്? നെയ്റോബിക് സ്വാംസിലും മാഷസിലും ഗട്ട് ഓഫ് ആനിമൽസിലും കാണുന്ന ബാക്ടീരിയ ആണ് മെത്തനോജൻസ്. ആൻഡ് അവർ എന്ത് ഗ്യാസ് ഉണ്ടാക്കും? മീഥെയിൻ ഗ്യാസ് ഉണ്ടാക്കും അതിന്റെ മെറ്റബോളിസം വഴി. അതുകൊണ്ടാണ് അതിനെ മെത്തനോജൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിന് പെർട്ടിക്കുലർലി സോൾട്ടി ഏരിയാസിൽ ജീവിക്കാൻ പറ്റുന്നുള്ള അഡാപ്റ്റേഷനും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഓപ്ഷൻ എ തെറ്റാന്ന് മനസ്സിലായി. ഇനി ഓപ്ഷൻ സിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഹീലിയോഫൈറ്റ്സ്. എന്താണ് ഹീലിയോഫൈറ്റ്സിന്റെ മീനിങ്? ദ പ്ലാന്റ്സ് വിച്ച് ഗ്രോ എവിടെ ജീവിക്കുന്ന? വിച്ച് കൻ ഗ്രോ ഇൻ ഫുൾ സൺലൈറ്റ്. അതായത് ഫുൾ സൺലൈറ്റിൽ ഗ്രോ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹീലിയോഫൈറ്റ്. അപ്പൊ അതിനും സോൾട്ടി ഏരിയാസിൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. ഇനി ഓപ്ഷൻ ഡി എന്താ? തെർമോ ആസിഡോഫൈൽസ്. ഇനി തെർമോ ആസിഡോഫൈൽസ് എന്താണ്? ഓർഗാനിസംസ് എവിടെ ജീവിക്കുന്ന? ഹോട്ട് ആൻഡ് ആസിഡിക് കണ്ടീഷൻസ്. അതായത് ഫോർ എക്സാമ്പിൾ ഹോട്ട് സൾഫർ സ്പ്രിങ്സിലൊക്കെ കാണുന്ന ഓർഗാനിസംസിനെയാണ് തെർമോ ആസിഡോഫൈൽസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അഗെയിൻ അതും സോൾട്ടി ഏരിയാസ് നമ്മൾ പഠിക്കുന്നില്ല. ഇനി
ഇനി നമ്മുടെ ഒറിജിനൽ ആൻസർ എന്താണ്? ഹാലോഫൈൽസ്. ആൻഡ് ഹാലോഫൈൽസിന്റെ മീനിങ് എന്താ? ഓർഗാനിസംസ് ദാറ്റ് കെൻ ലിവ് ഇൻ എക്സ്ട്രീം സലൈൻ എൻവയൺമെന്റ് സച്ച് എസ് സോൾട്ട് ലേക്ക്, സോൾട്ട് മാർഷസ്, സോൾട്ട് സൊല്യൂഷൻ. അങ്ങനെ എക്സ്ട്രീം സലൈനിറ്റി ഉള്ള എൻവയൺമെന്റിൽ ജീവിക്കാൻ കേപ്പബിലിറ്റി ഉള്ള, അഡാപ്റ്റേഷൻ ഉള്ള ഓർഗാനിസംസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹാലോഫൈൽസ്. അപ്പോ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ എന്താണ് ഇതിന്റെ ആൻസർ? ഓർഗാനിസംസ് ലിവിങ് ഇൻ സോൾട്ടി ഏരിയാസ് നമ്മൾ എന്ത് വിളിച്ചു? ഹാലോഫൈൽസ്. ഓപ്ഷൻ ബി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ നേക്കഡ് സൈറ്റോപ്ലാസം, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആൻഡ് സാപ്രോഫൈറ്റിക് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സൊല്യൂഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ നോക്കണം. എന്തൊക്കെയാണ് നമ്മൾ കണ്ട ഓപ്ഷൻസ്? ഓപ്ഷൻ എ മൊണീറൻസ്, ഓപ്ഷൻ ബി protists, ഓപ്ഷൻ സി ഫംഗൈ ആൻഡ് ഓപ്ഷൻ ഡി സ്ലൈം മോൾസ്. അപ്പോ അതിന്റെ ആൻസർ എന്താ? നമുക്കറിയാം ഓപ്ഷൻ എ മൊണീറൻസ് നോക്കുകയാണെങ്കിൽ മൊണീറൻസിൽ ആരെയാണ് കാണാൻ പറ്റുക? പ്രോക്കറിയോട്സ് ആണ് മൊണീറയിൽ, കിങ്ഡം മൊണീറയിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിസംസ്. ആൻഡ് അതിൽ ബാക്ടീരിയ ആണ് ഇൻക്ലൂഡഡ്. ആൻഡ് അവർക്ക് നേക്കഡ് സൈറ്റോപ്ലാസം ഉണ്ടെന്നൊന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി പ്രോട്ടിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ്? യൂകറിയോട്ടിക് ആയ ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. ഏതിനു ചുറ്റും? സൈറ്റോപ്ലാസത്തിന് ചുറ്റും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് അപ്പൊ അതെന്തായി? അത് ആൻസർ അല്ലാണ്ടായി, നേക്കഡ് സൈറ്റോപ്ലാസം ഇല്ലാന്നായി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫംഗൈ. നമുക്കറിയാം ഫംഗൈൽ എന്താണ്? മോസ്റ്റ്ലി യൂക്കറിയോട്ടിക് ആയ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെൽസിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. എക്സെപ്ഷൻ എന്താണ്? യൂണിസെല്ലുലാർ ആയ ഈസ്റ്റ്. ആൻഡ് അവർക്ക് എന്താണ്? നേക്കഡ് സൈറ്റോപ്ലാസം എന്ന് പറയാൻ പറ്റില്ല. ദേ ലാക്ക് നേക്കഡ് സൈറ്റോപ്ലാസം. കാരണം എന്താ? അവർ യൂക്കറിയോട്ടിക് ആയതുകൊണ്ട്. ആൻഡ് അവർക്ക് എന്തും കൂടി ഉണ്ട്? സെല്ലിന് ചുറ്റും ഉള്ള വെൽ ഡെവലപ്ഡ് ആയ സെൽ വാൾ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ. അപ്പൊ കൈറ്റിനസ് ആയ സെൽ വാൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല? അവർക്ക് നേക്കഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ആൻഡ് സാപ്രോഫൈറ്റിക് ആണോ എന്ന് ചോദിക്കും. അതിന്റെ ചോദ്യത്തിന് എന്താ പ്രസക്തിയില്ല. കാരണം എന്താ? നേക്കഡ് സൈറ്റോപ്ലാസം അവർക്ക് ഇല്ലാത്തതുകൊണ്ട്. ഇനി ആൻസർ ആയ സ്ലൈം മോൾസിലേക്ക് കടക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ്? NCERT കൊടുത്തിട്ടുണ്ട്. അവര് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ്സ് ആണ്. ആൻഡ് അവരെങ്ങനെയാണ്? ദേ മൂവ് അലോങ് ദി ഡെഡ് ലീവ്സ്. ആൻഡ് അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദ എൻഗൾഫ് ഓർഗാനിക് മെറ്റീരിയൽ. അവർ ഡെഡ് ലീവ്സിന് അറൌണ്ട് മൂവ് ചെയ്യുമ്പോൾ അവരിൽ ചുറ്റും കാണുന്ന ഓർഗാനിക് മെറ്റീരിയൽസിനെ എൻഗൾഫ് ചെയ്തിട്ടാണ് അവരുടെ മെറ്റബോളിസം വർക്ക് ചെയ്യുന്നത്. ആൻഡ് അവര് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെൽ വാൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നേക്കഡ് സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്ഷന്റെ ആൻസർ, ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിട്ട് വരും? സ്ലൈം മോൾസ്, അതായത് ഓപ്ഷൻ ഡി. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് an association between roots of higher plants and fungi നെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ലൈക്കൻ, ഓപ്ഷൻ ബി ഫേൺ, ഓപ്ഷൻ സി മൈക്കോറൈസ ആൻഡ് ഓപ്ഷൻ ഡി ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇനി അതിന്റെ ആൻസർ എന്താ? ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ഫംഗയും. ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ഫംഗയും ആയിട്ടുള്ള അസോസിയേഷനെ നമ്മൾ എന്ത് ടേമിലാണ് പഠിച്ചിരിക്കുന്നത്? മൈക്കോറൈസ. ആൻഡ് ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചിരുന്നു. എന്ത്? ഈ ഫംഗൈ അസോസിയേറ്റ് ആയിരിക്കുന്ന ഫംഗൈ മെയിൻലി ഏത് ജീനസിലായിരിക്കും? ഗ്ലോമസ് എന്ന് പറയുന്ന ജീനസിലായിരിക്കും. ആൻഡ് ഈ റൂട്ട്സും ഫംഗയും തമ്മിലൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആൻഡ് അതിന്റെ പേരാണ് മൈക്കോറൈസ. ഇനി ഈ മൈക്കോറൈസ ഫോർമേഷൻ കൊണ്ട് അവർക്ക് എന്ത് ഗുണമാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ അസോസിയേഷൻ വഴി അവരുടെ സർഫസ് ഏരിയ കൂടും. അതായത് ഈ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സിന്റെ സർഫസ് ഏരിയ കൂടുന്നു. അങ്ങനെ റൂട്ട്സിന്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റും ഫ്രം ദി സോയിൽ. ആൻഡ് അതേപോലെ തന്നെ പ്ലാന്റ്സിന് എന്തിന്റെ ആവശ്യമുണ്ട്? ഫോസ്ഫേറ്റിന്റെ ആവശ്യമുണ്ട് ആസ് എ ഫെർട്ടിലൈസർ. അപ്പോ ഈ ന്യൂട്രിയൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ എന്ത് വേണം? ഫോസ്ഫേറ്റിന് ആവശ്യമുണ്ട്. ആൻഡ് ഈ ഫോസ്ഫേറ്റ് ഫ്രീലി അവൈലബിൾ ആണെങ്കിലും അതിനെ സോലുബിളൈസ് ചെയ്തിട്ടാണ് ഇവര് എങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുക. അപ്പോ ഈ സോലുബിളൈസേഷൻ ഓഫ് ഫോസ്ഫേറ്റിന് ആര് സഹായിക്കും? ഈ ഫംഗൈ അല്ലെങ്കിൽ ഈ മൈക്കോറൈസൽ അസോസിയേഷൻ സഹായിക്കും. ആൻഡ്
ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബൈ ബീങ് അസോസിയേറ്റഡ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഇനി ഇതിന് ഫംഗൈക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? തിരിച്ച് ഫംഗൈക്ക് എന്ത് കിട്ടുന്നു? പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഡയറക്ട്ലി അവൈലബിൾ ആവുന്നു. അപ്പോ ഇതിന് ആൻസർ എന്ത് വരും? Association between roots of higher plants and fungi is called mycorrhiza, option C. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ഡൈകാരിയോൺ ഇസ് ഫോംഡ് വെൻ, ഓപ്ഷൻസ് വായിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ മിയോസിസ് ഇസ് അറസ്റ്റഡ്, ഓപ്ഷൻ ബി ടു ഹാപ്ലോയിഡ് സെൽസ് ഡു നോട്ട് ഫ്യൂസ് ഇമ്മീഡിയറ്റ്ലി, ഓപ്ഷൻ സി സൈറ്റോപ്ലാസം ഡസ് നോട്ട് ഫ്യൂസ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഇനി ഇതിന്റെ സൊല്യൂഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ചില ഫംഗൈയിൽ എന്ത് പറ്റും? ഈ രണ്ട് ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അവർ ഡിപ്ലോയിഡ് സെൽസ് ആവും. പക്ഷെ മറ്റ് ചില ഫംഗൈ ലൈക്ക് ആസ്കോമൈസീറ്റ്സ് ആൻഡ് ബസിഡിയോമൈസീറ്റ്സിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർവീനിങ് ഡൈകരിയോട്ടിക് സ്റ്റേജ് ഉണ്ട്. അതായത് ജനറലി എന്താ നടക്കുന്നത്? ഒരു ഹാപ്ലോയിഡ് സെൽസും മറ്റൊരു ഹാപ്ലോയിഡ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഒരു 2N അതായത് ഡിപ്ലോയിഡ് സെല്ല് ഉണ്ടാവുന്നു. പക്ഷെ ചില ആസ്കോമൈസീറ്റ് ആൻഡ് ബസിഡിയോമൈസീറ്റ് ഇവർക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഇന്റർവീനിങ് ഡൈകാരിയോൺ സ്റ്റേജ് കാണാൻ പറ്റും. ഈ ഇന്റർവീനിങ് ഡൈകാരിയോട്ടിക് സ്റ്റേജ് അതിന്റെ പ്രത്യേകത എന്താണ്? N+N ആയിരിക്കും. എന്താണ്? ഒരു സെല്ലില് 2 ന്യൂക്ലിയൈ കാണാൻ പറ്റും ഒരേ സമയം, 2 ന്യൂക്ലിയൈ പെർ സെൽ, ആൻഡ് അവർ ആക്ച്വലി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുമില്ല. ഇനി ഈ കണ്ടീഷനെ വിളിക്കുന്നതാണ് ഡൈകാരിയോൺ. ഈ കണ്ടീഷൻ നമ്മൾ എന്ത് വിളിച്ചു? ഡൈകാരിയോൺ. ഈ ഡൈകാരിയോൺ അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക് സെല്ലില് എങ്ങനെയുണ്ട്? 2 ഡിസിമിലർ ആയ ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് 2 ഡിസിമിലർ ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ. ഇനി ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് മിയോസിസ് ഇസ് അറസ്റ്റഡ് എന്നാണ്. നമുക്കറിയാം മിയോസിസ് എന്താണ്? ഒരു റിഡക്ഷൻ ഡിവിഷൻ ആണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഗാമിറ്റ് ഫോർമേഷന്റെ സമയത്താണ് ഓർഗാനിസംസിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷണൽ ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റുക. ഇനി മിയോസിസ് കഴിഞ്ഞ് ഇൻ കേസ് സൈറ്റോകൈനസിസ് അറസ്റ്റ് ആവുന്ന കേസിൽ നമുക്ക് എന്ത് ഫോർമേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും? അവിടെ ഒരു ഡൈകാരിയോൺ ഫോർമേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതിൽ ജസ്റ്റ് മിയോസിസ് അറസ്റ്റഡ് എന്ന് മാത്രം ഓപ്ഷനിൽ തന്നിട്ടുള്ളൂ. അത് ഇൻകംപ്ലീറ്റ് ആണ്, നമുക്ക് അത് കറക്റ്റ് ഓപ്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ദ 2 ഹാപ്ലോയിഡ് സെൽസ് ഡു നോട്ട് ഫ്യൂസ് ഇമ്മീഡിയറ്റ്ലി. അതാണ് നമ്മൾ എന്തെന്ന് ഇപ്പൊ പഠിച്ചത്. ഡൈകാരിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിസിമിലർ ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ഉണ്ട്, ആൻഡ് അതൊരു ഇന്റർവീനിങ് സ്റ്റേജ് ആണ്. ആൻഡ് ഒരു സെല്ലിൽ 2 ന്യൂക്ലിയൈ അതായത് N+N ഫോർമേഷൻ ഉണ്ടാവും. ആൻഡ് അവർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ് ഫ്യൂഷൻ അണ്ടർഗോ ചെയ്യാത്തതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ആൻഡ് അതെവിടെയാണ് കാണുന്നത്? ഇറ്റ് ഇസ് സീൻ ഇൻ ആസ്കോമൈസീറ്റ്സ് ആൻഡ് ബസിഡിയോമൈസീറ്റ്സ്. ഏതിന്റെ സമയത്ത്? സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ സമയത്ത്. ഇനി തേർഡ് ഓപ്ഷൻ പറയുന്നത് സൈറ്റോപ്ലാസം ഡസ് നോട്ട് ഫ്യൂസ്. ഇനി ഒന്ന് ജനറലി ആലോചിച്ച് നോക്കിയാൽ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡൈകാരിയോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഒരു സെല്ലില് 2 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ഡൈകാരിയോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അപ്പൊ 6th ആൻസർ എന്ത് വന്നു? The 2 haploid cells do not fuse immediately. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ഇത് ആരാണ് പ്രൊപ്പോസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. ഇനി NCERT വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ആൻസർ എന്ത് വരും? MW ബേജർനെക്. ഇനി അതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്താന്ന് പറയാം? MW ബേജർനെക്. ഇനി അയാൾ എന്തായിരുന്നു? അയാളൊരു സയന്റിസ്റ്റ് ആയിരുന്നു, അതായത് ഒരു മൈക്രോബയോളജിസ്റ്റും ബോട്ടാനിസ്റ്റും ആയിരുന്നു. ആൻഡ് അയാള് ഈ ടേം കൊണ്ടുവന്നു, ഡെവലപ്പ് ചെയ്തു, കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. അതിന്റെ മീനിങ് എന്താന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ഒരു സോല്യൂബിൾ ആയിട്ടുള്ള ലിവിങ് ജേം. ആൻഡ് ഇത് ആക്ച്വലി എന്തിന്റെ കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നത്? ഇറ്റ് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഐഡിയ. ഏതിന്റെ
സ്റ്റഡിയിൽ വൈറസിന്റെ സ്റ്റഡിയിൽ കൊണ്ടുവന്ന ഒരു ഫസ്റ്റ് ഐഡിയന്റെ ഭാഗമായിട്ടാണ് ഈ സോൾയുബിൾ ലിവിങ് ജേം അഥവാ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം അയാൾ കൊണ്ടുവന്നത്. അയാൾ എന്ത് ചെയ്തു? He was one of the founders of virology and അയാൾ ടൊബാക്കോ മൊസൈക്ക് വൈറസിന്റെ സ്റ്റഡി നടത്തുമ്പോൾ അയാൾ എന്ത് പ്രൊപ്പോസ് ചെയ്തു? അയാൾക്ക് മനസ്സിലായി ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസ് അതായത് TMV ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഫിൽറ്ററിൽ പോലും എങ്ങനെയാവും അവർക്ക് പാസ് ചെയ്യാൻ പറ്റും, അതായത് ഈസിലി പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് എന്നിട്ട് അയാൾ വേറൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഏജന്റ് അതായത് ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തു, അതായത് ഏറ്റവും ചെറിയ പോറുള്ള ഫിൽറ്ററിനുള്ളിൽ കൂടി ഫിൽട്ടർ ചെയ്ത് അതിന്റെ ജസ്റ്റ് ലിക്വിഡ് ഫിൽട്രേറ്റ് മാത്രം എടുത്ത് നോക്കിയപ്പോൾ എന്നിട്ട് അതിന് ഇൻഫെക്റ്റീവ് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ ലിക്വിഡ് ഫിൽട്രേറ്റിന് പോലും ഹോസ്റ്റിന് ഇൻഫെക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോ അയാൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? ഈ കോസറ്റീവ് ഏജന്റ് അതായത് ടൊബാക്കോ മൊസൈക്ക് വൈറസ് എങ്ങനെയാണ് അതിന്റെ ഡിസീസ് കോസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വാസ് ഫ്ലൂയിഡ് ഓർ നോൺ പെർട്ടിക്കുലേറ്റ്, അതായത് അതിന്റെ ഏറ്റവും ഫൈനസ്റ്റ് ഫിൽട്രേറ്റിന് പോലും ഇൻഫെക്ഷന്റെ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് അയാൾ എന്ത് കോയിൻ ചെയ്തു? കണ്ടേജിയം വൈവം ഫ്ലൂയിഡം അഥവാ സോൾയുബിൾ ലിവിങ് ജേം എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അതിന്റെ ഓപ്ഷന്റെ ആൻസർ എന്തുവരും? MW ബേജർലാൻഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. Associations between mycobiote and phycobiote are found in. അതായത് മൈക്കോബയോണ്ടും ഫൈക്കോബയോണ്ടും തമ്മിലുള്ള അസോസിയേഷൻ എവിടെയാണ് നമുക്ക് കാണുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ട്? ഓപ്ഷനിൽ മൈക്കോറൈസ് ഉണ്ട്, റൂട്ട് ഉണ്ട്, ലൈക്കൻസ് ഉണ്ട് ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗി ഉണ്ട്. ഇനി ഓപ്ഷൻ എ എടുത്ത് നോക്കിയാൽ മൈക്കോറൈസ, നമുക്കറിയാം മൈക്കോറൈസ എന്താണ്? അവര് അസോസിയേഷൻ ആണ്, അതായത് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ഫംഗസ്. അപ്പൊ നമ്മുടെ ആൻസർ എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ ഡി എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ. ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ എങ്ങനെയാണ്? കിങ്ഡം മൊണീറയിൽ ഒരു മെമ്പർ ആണ് ഹാവിംഗ് പ്രോകറിയോട്ടിക് സെൽ. അപ്പൊ അതും നമ്മളെ ആൻസർ അല്ലെന്ന് മനസ്സിലായി. ഇനി റൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്, അപ്പൊ അത് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ളത് ഏതേ ഉള്ളൂ? ലൈക്കൻസ്. ഇനി എന്താണ് ലൈക്കൻസ്? ലൈക്കൻസ് എന്താണ്? ഡുവൽ ഓർഗാനിസംസ് ആണ്, അതായത് അതില് രണ്ട് ഓർഗാനിസംസിന്റെ സിംബയോട്ടിക് അസോസിയേഷൻ. ആൻഡ് ഈ രണ്ട് ഓർഗാനിസംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ എന്ത് പറയണം? ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് എൻ ആൽഗെ. ആൻഡ് ഈ ഫംഗൽ പാർട്ട്ണറിനെ നമ്മൾ വിളിക്കുന്നതാണ് മൈക്കോബയോണ്ട് എന്ന് പറഞ്ഞ ടേം. ഇനി ആൽഗൽ പാർട്ട്ണറിനെ വിളിക്കുന്നതാണ് ഫൈക്കോബയോണ്ട്. അപ്പോ മൈക്കോബയോണ്ടും ഫൈക്കോബയോണ്ടും അതായത് ഒരു ഫംഗൽ പാർട്ട്ണറും ആൽഗൽ പാർട്ട്ണറും സിംബയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്താൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ലൈക്കൻസ്. ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ലൈക്കൻസ് ആണ് അതിന്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വൈറോയിഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറസിന്റെ കോൺസ്റ്റുവന്റ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വൈറസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഐദർ അതിനൊരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, ആൻഡ് ഒരു ന്യൂക്ലിക് ആസിഡ് വിച്ച് ഇസ് ഐദർ DNA അല്ലെങ്കിൽ RNA. ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, DNA ഓർ RNA. ആൻഡ് അതിനോട് വേറെന്തും കൂടി ഉണ്ട്? ഒരു പ്രോട്ടീൻ കോട്ടും കൂടി ഉണ്ട്. ആൻഡ് ഈ പ്രോട്ടീൻ കോട്ട് എന്തിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്നു? ഈ ന്യൂക്ലിക് ആസിഡിനെ എൻകാപ്സുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്. ഇനി വൈറോയിഡ് എന്താ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ ചെറിയൊരു ഷോർട്ട് സ്ട്രാൻഡ് ഓഫ് സർക്കുലർ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ആൻഡ് ഇതിന് പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ടോ? പ്രോട്ടീൻ കോട്ടിംഗ് വൈറോയിഡിന് ഇല്ല. നോ പ്രോട്ടീൻ കോട്ടിംഗ്. ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഷോർട്ട് സ്റ്റാൻഡ് ഓഫ് സർക്കുലർ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ഇനി അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വൈറോയിഡ് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ കോട്ട് ഇൻ വൈറോയിഡ് ബട്ട് പ്രസന്റ് ഇൻ വൈറസ്, അത് എന്താണ്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി പ്രസൻസ് ഓഫ് ലോ മോളിക്കുലർ വെയിറ്റ് RNA ഇൻ വൈറസ് ബട്ട് ആബ്സെന്റ് ഇൻ വൈറോയിഡ്. നമ്മളിപ്പോ കണ്ടു എന്ത്? വൈറോയിഡിലാണ് നമ്മൾ RNA എന്ന് കണ്ടത്.
അതായത് ചെറിയൊരു RNA വിത്തൗട്ട് പ്രോട്ടീൻ കോഡ്. അപ്പൊ ആ ഓപ്ഷൻ എന്തായി? തെറ്റായി. അപ്പൊ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എങ്ങനെയാണ്? അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ കോഡ് ഇൻ വൈറോയിഡ് ബട്ട് പ്രസന്റ് ഇൻ വൈറസ്. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു ഫംഗൽ സെക്ഷുവൽ സൈക്കിൾ ചൂസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ഈവൻസ്. കാരിയോഗാമി ഉണ്ട്, പ്ലാസ്മോഗാമി ഉണ്ട് ആൻഡ് മിയോസിസ് ഉണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? കറക്റ്റ് സീക്വൻസിലാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഓരോ ടേംസും എന്താണെന്ന് അറിയണം. എന്താണ് കാരിയോഗാമി? കാരിയോ എന്ന് വെച്ചാൽ നമുക്കറിയാം ന്യൂക്ലിയസ് ആണ്, ആൻഡ് ഗാമി എന്ന് വെച്ചാൽ ഫ്യൂഷൻ. അപ്പൊ ന്യൂക്ലിയസിന്റെ ഫ്യൂഷനെ എന്തെന്ന് വിളിക്കും? കാരിയോഗാമി എന്ന് വിളിച്ചു. ഇനി പ്ലാസ്മോഗാമി എന്താ? പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷന് നമ്മൾ പ്ലാസ്മോഗാമി എന്ന് വിളിച്ചു. ഇനി മിയോസിസ് എന്താ? നമുക്കറിയാം റിഡക്ഷൻ ആൻഡ് ഡിവിഷൻ. ഇനി ചാപ്റ്റർ പഠിപ്പിച്ച സമയം എന്ത് പറഞ്ഞിരുന്നു? ഇതിന്റെ ഓർഡർ എങ്ങനെയുള്ള നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഫസ്റ്റ് പ്ലാസ്മോഗാമി, അത് കഴിഞ്ഞ് കാരിയോഗാമി ആൻഡ് ഫൈനലി മിയോസിസ്. അപ്പോ ഇതിന്റെ ഓപ്ഷൻ ഏത് വരും? 10th ക്വസ്റ്റ്യന്റെ ആൻസർ സി ആയിട്ട് വരും. പ്ലാസ്മോഗാമി, കാരിയോഗാമി ആൻഡ് ഫൈനലി മിയോസിസ്. ഇതാണ് അതിന്റെ കറക്റ്റ് സീക്വൻസ്. ഇത് ഏതിന്റെ ഹെഡിങ്ങിന് താഴെ പഠിച്ചത്? ഫംഗൽ സെക്ഷുവൽ സൈക്കിളിന്റെ ഹെഡിങ്. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ബട്ട് replicate themselves once they infect the host cells. ഇനി ഇതിൽ ഏത് കിങ്ഡത്തിലാണ് വൈറസ് ബിലോങ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചാപ്റ്റർ പഠിച്ച ഏതൊരാൾക്കും പറയാം എന്താണ്? ഒരു കിങ്ഡത്തിൽ നമ്മൾ വൈറസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി വൈറസിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് കാണുന്നത് ബിറ്റ്വീൻ ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ്. അതുകൊണ്ട് തന്നെ ലിവിങ് ചില സമയം ലിവിങ് ആണ്, അതായത് ഔട്ട്സൈഡ് എൻവയൺമെന്റിൽ ലിവിങ് ആണ്, ആൻഡ് അതൊരു ഒരു ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസമിന്റെ ഉള്ളിൽ വരുമ്പോഴാണ് അത് ലിവിങ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്, അതായത് ലിവിങ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഇരിക്കുമ്പോൾ നോൺ ലിവിങ്ങും ഒരു ബോഡി, അതായത് ലിവിങ് ബോഡീന്റെ ഉള്ളിൽ വരുമ്പോൾ ലിവിങ്ങും ആവുന്നതുകൊണ്ട് അവരെന്തായിട്ട് കൺസിഡർ ചെയ്തു? ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് ബിലോങ് ടു എനി ഓഫ് ദി കിങ്ഡംസ്. ആൻഡ് അവർ നോൺ സെല്ലുലാർ എന്റിറ്റീസ് ആണ്. അവർക്ക് ന്യൂക്ലിയസ് ഇല്ല, ഓർഗനൽസ് ഇല്ല, സെൽ മെംബ്രെയിൻ ഇല്ല, ആൻഡ് അവർക്ക് ജസ്റ്റ് എന്തുണ്ട്? ഏതെങ്കിലും ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, DNA അല്ലെങ്കിൽ RNA, വിച്ച് ഇസ് റാപ്ഡ് ഇൻ എ പ്രോട്ടീൻ കോഡ്. ആ പ്രോട്ടീൻ കോഡിനെ നമ്മൾ എന്ത് വിളിച്ചു? ക്യാപ്സിഡ്. ആൻഡ് അവര് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല? ട്രൂ ലിവിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവർക്ക് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ലിവിങ് ബോഡിയുടെ ഉള്ളിൽ എത്തണം, അതായത് ഏതെങ്കിലും ഒരു ലിവിങ് ബോഡീനെ ഇൻഫെക്ട് ചെയ്യണം. അല്ലാണ്ട് അവർക്ക് ഔട്ട്സൈഡ് ദി ഹോസ്റ്റ് സെൽസ് റെപ്ലിക്കേഷൻ പോസിബിൾ അല്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ത് വരും? ഏത് കിങ്ഡത്തിലാണ്? നൺ ഓഫ് ദി അബവ്. ഒരു കിങ്ഡത്തിലും ബിലോങ് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. 11th ആൻസർ നൺ ഓഫ് ദി അബവ്, ഓപ്ഷൻ ഡി. ഇനി 12th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ, മെമ്പേഴ്സ് ഓഫ് ഫൈക്കോമൈസീറ്റ്സ് ആർ ഫൗണ്ട് ഇൻ. ഇനി 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇനി ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് ഫൈക്കോമൈസീറ്റ്സിന് ആപ്ലിക്കബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താ? അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. സെക്കൻഡ് തന്നിരിക്കുന്നത് ഓൺ ഡീക്കേയിങ് വുഡ്. തേർഡ് തന്നിരിക്കുന്നത് മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസ്. ആൻഡ് ഫോർത്ത് തന്നിരിക്കുന്നത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഓൺ പ്ലാന്റ്സ്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഫൈക്കോമൈസീറ്റ്സ്. ഫൈക്കോമൈസീറ്റ്സ് എന്താണ്? ഫൈക്കോമൈസീറ്റ്സ് ബിലോങ് ടു കിങ്ഡം ഫംഗൈ. ഇനി അവരുടെ മെയിൻ പ്രത്യേകത എന്താണ്? അവർക്ക് അവരുടെ മൈസീലിയം എങ്ങനെയായിരിക്കും? എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. എന്ന് വെച്ചാൽ എന്താ? ഇതാണ് മൈസീലിയം ഫോർ എക്സാമ്പിൾ. ഇനി ഇതിന് നടുക്ക് ഇങ്ങനെ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സെപ്റ്റേറ്റ്. അതായത് സെപ്റ്റം ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു വാൾ ഫോർമേഷൻ നടക്കുന്നുണ്ട് മൈസീലിയത്തിന്റെ ഉള്ളിൽ. ഇനി വാൾ ഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഓരോ സെൽസിനും എങ്ങനെയാണ്? ഒരു ന്യൂക്ലിയസേ കിട്ടുള്ളൂ, അതായത് അവർ യൂണിസെല്ലുലാർ ആയിരിക്കും, അതായത് യൂണിസെല്ലുലാർ ആയിരിക്കും, അതായത് ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. ഇനി
നമ്മുടെ ഫൈക്കോമൈസീറ്റ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അവർ സെപ്റ്റേറ്റ് ആണ്, അതായത് സെപ്റ്റ ഫോർമേഷൻ അവർക്ക് കാണാൻ പറ്റില്ല. സെപ്റ്റ ഫോർമേഷൻ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? കുറെ ന്യൂക്ലിയസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും വിത്തൗട്ട് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ വാൾസ് ഒന്നും ഇല്ലാണ്ട് കുറെ ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഈ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനെ എന്ത് വിളിച്ചു? സീനോസൈറ്റിക് എന്ന് വിളിച്ചു. ഇനി അതിന്റെ കൂടെ നമ്മൾ ഫൈക്കോമൈസീറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പഠിച്ചു. അവർ വൈഡ് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അത് ഏതൊക്കെ ആയിരിക്കാം? അക്വാട്ടിക് ആയിരിക്കാം, സാപ്രോട്രോഫിക് ആയിരിക്കാം, പാരസൈറ്റിക് ആയിരിക്കാം, ആൻഡ് മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസിലും അവർക്ക് ജീവിക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് റൈസോപ്പസിന്റെ വേറെ പേര് ബ്ലാക്ക് ബ്രെഡ് മോൾഡ്, അത് പറഞ്ഞിരിക്കണം. മ്യൂക്കറിന്റെ വേറെ പേര് ഡങ് മോൾഡ്. ആൽബ്യൂഗോ എങ്ങനെയാണ്? പാരസിറ്റിക് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഏത് ഓപ്ഷനാണ് ശരിയെന്ന് തോന്നുന്നു? അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ കാണാം, ഡീക്കേയിങ് വുഡിൽ കാണാം, മോയിസ്റ്റ് ആൻഡ് ഡാംപ് പ്ലേസസിൽ കാണാം, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആയിട്ടും നമുക്ക് കാണാം. അപ്പൊ ഓപ്ഷൻ ഏതായിട്ട് വരും? All of the above. 12th question answer, all of the above. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ അണ്ടർലൈയിങ് ദ യൂസ് ഓഫ് സൈനോബാക്ടീരിയ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്? അതായത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ സൈനോബാക്ടീരിയനെ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗിനെ എവിടെ യൂസ് ചെയ്യുന്നു? അഗ്രികൾച്ചറൽ ഫീൽഡ്സിന് ഉപയോഗിക്കുന്നു. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൈനോബാക്ടീരിയ നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ബേസിക്കലി അറിയാം എന്ത്? ഇവര് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള മൈക്രോബ്സ് ആണ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള എനർജി ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട്. ആൻഡ് അവർക്ക് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അക്വാട്ടിക്കും ടെറസ്ട്രിയൽ ആയിട്ടുള്ള എൻവയൺമെന്റ്സിലും ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആരെയൊക്കെ പഠിച്ചു? നോസ്റ്റോക്ക്, അനബീന, ഓസിലറ്റോറിയ. ഇത്രയും നോസ്റ്റോക്ക്, അനബീന, ഓസിലറ്റോറിയ ഒക്കെ എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗിന്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവർക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് അവരുടെ ഉള്ളിൽ ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് വിച്ച് ആർ നോൺ ആസ് ഹെട്രോസിസ്റ്റ്. ആൻഡ് ഈ ഹെട്രോസിസ്റ്റ് കാണുന്ന ഓർഗാനിസംസിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാം? നോസ്റ്റോക്ക് ആൻഡ് അനബീന. ആൻഡ് അതുകൊണ്ട് തന്നെ പാഡി ഫീൽഡ്സിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ ഈ സൈനോബാക്ടീരിയനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന്റെ ഗുണം? അവര് ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ബയോ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ട്രാപ്പ് ചെയ്ത് അവർ ഫിക്സ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെട്രോസിസ്റ്റ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ സോയിലിലേക്ക് കൂടുതൽ ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി കൂട്ടുന്നു. അപ്പൊ ഇങ്ങനെ ഫെർട്ടിലിറ്റി കൂട്ടുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അഗ്രികൾച്ചർ ഫീൽഡ്സിൽ നമ്മൾ സൈനോബാക്ടീരിയനെ യൂസ് ചെയ്യും ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ അതിന്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാ? ദേ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഇനി എന്തിന്റെ ഹെൽപ്പോടെ? ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സെൽസിന്റെ ഹെൽപ്പോടെ അവർ ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ദേ ആഡ് ഓർഗാനിക് മാറ്റർ ടു ദി സോയിൽ. ആൻഡ് ഫൈനലി എന്താണ് റിസൾട്ട്? ഇൻക്രീസ്ഡ് ഫെർട്ടിലിറ്റി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ സപ്പോസ് യു ആക്സിഡന്റലി ഫൈൻഡ് an old preserved permanent slide without a label. ഒരു സ്ലൈഡ് ഉണ്ട്, പെർമനന്റ് സ്ലൈഡ്, പക്ഷെ അതിന് ലേബൽ ഇല്ല. ആൻഡ് നമുക്ക് എന്ത് വേണം? അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ സ്ലൈഡ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു? ഒരു മൈക്രോസ്കോപ്പിൽ പ്ലേസ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് നോട്ട് ചെയ്തു. എന്തൊക്കെ ഫീച്ചേഴ്സ്? ഒന്നാമത്തത് അത് യൂണിസെല്ലുലാർ ആണ്. അതിന് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്ന പോയിന്റിൽ തന്നെ നമുക്ക് മനസ്സിലായി അതെന്താണ്? പ്രോകറിയോട്ട് അല്ല, യൂകറിയോട്ടിക് സ്പീഷീസ് ആണ്. ആൻഡ് തേർഡ് പറയുന്നത് ബൈഫ്ലജലേറ്റ് ആണ്. അതായത് വൺ ഫ്ലജലം ലൈങ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി. ഇതാണ് സെല്ലെങ്കിൽ ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലിയും ഒന്ന് ട്രാൻസ്വേഴ്സ്ലിയും ലൈ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് ബൈഫ്ലജലേറ്റ്. ബൈഫ്ലജലേറ്റ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂകറിയോട്ട് ഇതിനെ നമുക്ക് ഏത് കിങ്ഡത്തിലേക്ക്
ക്ലാസിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോ യൂണിസെല്ലുലാർ യൂക്കറിയോട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കിങ്ഡം ഏതാണെന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഏത് കിങ്ഡത്തിലേക്കാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പല ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇനി ഇതിൽ ഏതിലാണ് 2 ഫ്ലജല്ല ഉള്ളത്? ആൻഡ് ദാറ്റ് ടു വൺ ലൈൻ ലോണ്ടിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി. അത് നമുക്ക് ഏതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് പഠിച്ചത്? ഡൈനോ ഫ്ലജല്ലേറ്റ്സ്. അവരെന്താണ്? യൂണിസെല്ലുലാർ യൂക്കറിയോട്ട് ആണ്. ആൻഡ് അവർക്ക് 2 ഫ്ലജല്ല ഉണ്ട്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലി, ഒന്ന് ട്രാൻസ്വേഴ്സ്ലി. ആൻഡ് അവർ ലൈ ചെയ്യുന്നത് ഇൻ എ ഫറോ ബിറ്റ്വീൻ ദി വാൾ പ്ലേറ്റ്സ്. അപ്പോ ഈ ഡൈനോ ഫ്ലജലേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്ത് കാരണം, ഏത് പോയിന്റിലാണ് നമുക്ക് ഡൈനോ ഫ്ലജലേറ്റ് ആണെന്ന് മനസ്സിലായത്? ഈ 2 ഫ്ലജലേറ്റ്, ബൈഫ്ലജലേറ്റും ആൻഡ് 1 ലൈൻ ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി. ഇനി പ്രോട്ടിസ്റ്റ നമുക്ക് എങ്ങനെ മനസ്സിലായി? യൂണിസെല്ലുലാർ യൂക്കറിയോട്സ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അത് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അഡ്വാൻറ്റേജസ് ഓവർ ദി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? എങ്ങനെയാണ് അതായത് ബേസിക്കലി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉള്ളത്? അപ്പോ നമുക്കറിയാം കെറോളസ് ലിനിയേഴ്സ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആൻഡ് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എല്ലാ ഓർഗാനിസംസിനെയും 2 തരത്തിൽ ഡിവൈഡ് ചെയ്തു. അതായത് 2 കിങ്ഡംസിലേക്ക് ഡിവൈഡ് ചെയ്തു. ഒന്ന് പ്ലാന്റ്, ഒന്ന് കിങ്ഡം പ്ലാന്റ്, മറ്റേത് കിങ്ഡം ആനിമേലിയ. ഇനി ഒരു സെക്ഷൻ പ്ലാന്റേയും ഒരു സെക്ഷൻ ആനിമേലിയയും. ഇനി ഇതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്തായിരുന്നു? ഇതില് ഈ കിങ്ഡം 2 കിങ്ഡത്തിലേക്ക് ഡിവൈഡ് ചെയ്തപ്പോ അവര് എക്സാക്ട്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല ബിറ്റ്വീൻ പ്രോകറിയോട്സ് ആൻഡ് യൂക്കറിയോട്സ്. അതായത് കിങ്ഡം പ്ലാന്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഫോർ എക്സാമ്പിൾ പ്രോകറിയോട്ടിക് ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ആൾക്കാർ ഈ പ്ലാന്റ്സിന്റെ കൂടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതായത് പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിൽ കൊണ്ടിട്ടു. ആൻഡ് നമുക്കറിയാം പ്ലാന്റ്സിൽ എന്താണ്? അവർ യൂക്കറിയോട്സ് ആണ്, അവര് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഒക്കെ ഉള്ളതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല ബിറ്റ്വീൻ പ്രോകറിയോട്സ് ആൻഡ് യൂക്കറിയോട്സ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? യൂണിസെല്ലുലാർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് തമ്മിലുള്ള ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും അവർക്ക് പറ്റിയില്ല. അതായത് യൂണിസെല്ലുലാർ ആയ ക്ലമൈഡോമോണസും മൾട്ടി സെല്ലുലാർ ആയ സ്പൈറോഗൈറയും ഒരുമിച്ച് അവര് ആൽഗേന്റെ ഉള്ളിലിട്ടു. അതായത് കിങ്ഡം പ്ലാന്റേന്റെ ഉള്ളിൽ ആൽഗേന്റെ ഉള്ളില് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയ ക്ലമൈഡോമോണസും വന്നു, മൾട്ടി സെല്ലുലാർ ആയ സ്പൈറോഗൈറയും വന്നു. ഇനി തേർഡ് ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഓട്ടോട്രോഫിക് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആൾക്കാരെയും ഹെട്രോട്രോഫിക് അല്ലെങ്കിൽ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. അതായത് പ്ലാന്റയിലാണ് ഏതൊക്കെ വന്നത്? ഓട്ടോട്രോഫിക്കും വന്നു, ഓട്ടോട്രോഫിക് ആയ ഗ്രീൻ ആൽഗേ പ്ലാന്റ്സും വന്നു, ഹെട്രോട്രോഫിക് ആയ ഫംഗയും വന്നു. അപ്പോ ഇതിനെയൊക്കെ ഒരു സെക്ഷനിലാക്കിയപ്പോൾ അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ 3 പോയിന്റ്സ് എന്ത് പറയുന്നു? 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് ഡിസഡ്വാൻറ്റേജസിനെ പറയുന്നു. ഇനി നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഹെട്രോട്രോഫിക് നോൺ ഫോട്ടോസിന്തറ്റിക് ആയ ഫംഗൈനെ നമ്മൾ വേറെ ഒരു കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തു. അതായത് ഫംഗസിന് ഒരു സെപ്പറേറ്റ് കിങ്ഡം കിട്ടി. ഇനി ഒറിജിനലി ഫസ്റ്റ് കിങ്ഡം പ്ലാന്റ് കിങ്ഡം ആനിമലിയെ കൊണ്ടുവന്നപ്പോ കുറെ ഓർഗാനിസംസിന് ഡിഫറെന്റ് കിങ്ഡത്തിൽ ആയിപ്പോയിരുന്നു. ഇതിനെ ഒന്നും കൂടി റീസെഗ്രിഗേറ്റ് ചെയ്ത് ഫൈനലി ഇറ്റ് പുട്ട് ടുഗെദർ ഓർഗാനിസംസ് വിച്ച് വർ പ്ലേസ്ഡ് ഇൻ ഡിഫറെന്റ് കിങ്ഡംസ് ഇൻ ഏർലിയർ ക്ലാസിഫിക്കേഷൻസ്. അതായത് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ആരെയൊക്കെ കൊണ്ടുവന്നു? ക്ലമൈഡോമോണസിനെ കൊണ്ടുവന്നു, ക്ലോറിലേനെ കൊണ്ടുവന്നു. ആൻഡ് ഈ ക്ലോറിലേനെ മുമ്പ് ഏത് കിങ്ഡത്തിലാണ് പ്ലേസ് ചെയ്തിരുന്നത്? ആൽഗേന്റെ താഴെ വിത്തിൻ കിങ്ഡം പ്ലാന്റയിലാണ് പ്ലേസ് ചെയ്തിരുന്നത്. ആൻഡ് അവർക്ക് രണ്ടുപേർക്കും എന്തുണ്ടായിരുന്നു? ബോത്ത് ഹാവിങ് സെൽ വാൾസ്. ആൻഡ് ഇതുകൊണ്ട് തന്നെ അവർ കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നു. ആൻഡ് അമീബിയും പാരമീഷ്യയും അവര് ഏർലിയർ എവിടെയായിരുന്നു പ്ലേസ് ചെയ്തിരുന്നത്? ഇൻ ദി ആനിമൽ കിങ്ഡം. ആൻഡ് അവർക്ക് രണ്ടാക്കും സെൽ വാൾസ് ഇല്ലായിരുന്നു. ഇനി ഇത്തരം സെൽ വാൾ ഉള്ളതും സെൽ വാൾ ഇല്ലാത്തതിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു അണ്ടർ കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇനി തേർഡ് പോയിന്റ് എന്താണ്? ആനിമൽ ആൻഡ് പ്ലാന്റ് കിങ്ഡംസ് എങ്ങനെ കുറച്ചും കൂടി ഹോമോജീനസ് ആയി ആസ് ദാൻ ദേ ആർ ഇൻ ദി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് കുറച്ചും കൂടി ക്യാരക്ടറിസ്റ്റിക്സും ക്രൈറ്റീരിയയും ഫോളോ ചെയ്തതുകൊണ്ട്
മോർ ഹോമോജീനസ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതായത് 2 കിങ്ഡത്തിൽ നിന്ന് 5 കിങ്ഡത്തിലേക്ക് വന്നപ്പോൾ ഫംഗൈന് സ്പെഷ്യൽ സ്ഥാനം കിട്ടി. ആൻഡ് കുറെ പഴയ മുമ്പ് സെപ്പറേറ്റ് ആയിരുന്ന പലരെയും ഒരുമിച്ചാക്കി. അങ്ങനെ കുറച്ചും കൂടി നല്ല ഒരു ബെറ്റർ ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ കൊണ്ടുവന്നു. ആര്? വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോ how is 5 kingdom classification advantages over the 2 kingdom classification? ഫസ്റ്റ് എന്ത് എഴുതണം? 2 kingdom classificationന്റെ ഡിസഡ്വാൻറ്റേജസ് എഴുതണം. ഇനി 5 അത് കഴിഞ്ഞിട്ട് 5 kingdom classification അഡ്വാൻറ്റേജസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ, polluted water bodies have usually very high abundance of plants like nostoc and oscillatorum. അപ്പോ നോസ്റ്റോക്കും ഓസിലേറ്റോറിയം എന്താണെന്നാണ് പഠിച്ചത്? ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ. ആൻഡ് ഈ സൈനോബാക്ടീരിയ അതായത് നോസ്റ്റോക്കിന്റെയും ഓസിലേറ്റോറിയന്റെയും അബണ്ടൻസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ് എന്തുകൊണ്ടാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന്റെ റീസൺസ് പറയാം. അപ്പോ ഫസ്റ്റ് എന്താണ് പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ ഇതിന് മാത്രം ഉള്ളതെന്ന് അറിയണം. അവർക്ക് എന്താണ്? യൂഷ്വലി ന്യൂട്രിയൻ കണ്ടൻസ് സച്ചസ് നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് അവർക്ക് ഉണ്ട്. ആൻഡ് അവരിൽ പ്രൈമറിലി എന്താണ് കാണാൻ പറ്റുക? ഡൊമസ്റ്റിക് സീവേജ് ആണ് നമ്മുടെ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ കാണാൻ പറ്റുക. ആൻഡ് ഈ ഡൊമസ്റ്റിക് സീവേജിൽ എന്തുണ്ട്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലാർജ് അമൗണ്ട്സ് ഓഫ് ന്യൂട്രിയൻസും ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് കൊണ്ട് അവര് എന്ത് റിസൾട്ട് ചെയ്യുന്നു? ഇറ്റ് റിസൾട്ട്സ് ഇൻ എക്സസീവ് ഗ്രോത്ത് ഓഫ് പ്ലാങ്ടണിക് ആൽഗെ. അതായത് പ്ലാങ്ടൺ എന്ന് വെച്ചാൽ എന്താ? ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗയുടെ എക്സസീവ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇതിനെ ഈ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്നതാണ് ആൽഗൽ ബ്ലൂം. ആൻഡ് ഈ ആൽഗൽ ബ്ലൂം കാരണം വാട്ടർ ബോഡീസിന് ഒരു ഡിസ്റ്റിങ്ക്ട് കളർ ഇമ്പാർട്ടഡ് ആവും. ആൻഡ് ഈ ആൽഗൽ ബ്ലൂം വരുമ്പോൾ എന്ത് പറ്റും? അതായത് ഈ വാട്ടർ ബോഡീസിന്റെ വാട്ടർ ക്വാളിറ്റി കുറയുന്നു, ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ റിസൾട്ട്സ് ഇൻ ഫിഷ് മോർട്ടാലിറ്റി. അതായത് വാട്ടർ ക്വാളിറ്റി കുറയുന്ന ന്യൂട്രിയൻസ് ഒക്കെ കുറയുമ്പോൾ അതിൽ ഫിഷസിന് ജീവിക്കാൻ പറ്റാണ്ട്. കാരണം അതിന്റെ ഓക്സിജൻ ഒക്കെ ആര് യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നു? ആൽഗെ അല്ലെങ്കിൽ പ്ലാങ്ടൺസ് യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നു. ആൻഡ് ഈ പ്ലാങ്ടൺസ് അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആൽഗയിൽ എന്ത് കാണാൻ പറ്റും? നോസ്റ്റോക്ക് അല്ലെങ്കിൽ ഓസിലേറ്റോറിയ കാണാൻ പറ്റും. ആൻഡ് നമുക്ക് എന്തും കൂടി അറിയണം? ദേ ആർ എക്സ്ട്രീംലി ടോക്സിക് ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ്. കാരണം എന്താ? അവരുടെ ഓക്സിജൻ ഒക്കെ കൺസ്യൂം ചെയ്ത് ഫിഷിന്റെ മോർട്ടാലിറ്റിയും പൊല്യൂഷനും ഒക്കെ കോസ് ചെയ്യുന്നു. ആൻഡ് ദേ ഓൾസോ ഇമ്പാർട്ട് എ ഡിസ്റ്റിങ്ക്ട് കളർ ടു ദി വാട്ടർ ബോഡീസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആർ കീമോസിന്തറ്റിക് ബാക്ടീരിയ ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്താണ്? നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് എങ്ങനെയാ? സൺലൈറ്റ് ഉപയോഗിച്ച് അവരുടെ ന്യൂട്രിയൻ റിക്വയർമെന്റ് അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നു. ഇനി കീമോസിന്തറ്റിക് ബാക്ടീരിയ എങ്ങനെയാണ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ATP പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അവര് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് നൈട്രൈറ്റ് അല്ലെങ്കിൽ അമോണിയനെ ഓക്സിഡൈസ് ചെയ്യുന്നു. ആൻഡ് ഈ ഓക്സിഡൈസ് ചെയ്ത് കിട്ടുന്ന എനർജി ATP പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് അവര് ഓട്ടോട്രോഫിക് എന്ന് വിളിക്കണോ ഹെറ്ററോട്രോഫിക് എന്ന് വിളിക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? കീമോസിന്തറ്റിക് ബാക്ടീരിയ ഓട്ടോട്രോഫിക് ആണ്. കാരണം അവർക്ക് എക്സ്റ്റേണൽ ഇതൊന്നും ഇല്ലാണ്ട് എന്തുണ്ടാക്കാൻ പറ്റും? അവരുടെ ATP പ്രൊഡക്ഷൻ മീറ്റ് ചെയ്യാൻ പറ്റും. ATP റിക്വയർമെന്റ് അല്ലെങ്കിൽ എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് എങ്ങനെ? ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്ത് മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവര് ഓട്ടോട്രോഫിക് ആണ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, the common name of pea is simpler than its botanical അല്ലെങ്കിൽ scientific name Pisum sativum. Why then is the simpler common name not used instead of complex scientific അല്ലെങ്കിൽ botanical name in biology? നമുക്കറിയാം നമ്മൾ പീ എന്ന് വിളിക്കുന്നത് എന്താണ്? ഒരു ലോക്കൽ നെയിമാണ് അല്ലെങ്കിൽ ഒരു വെർനാക്കുലർ നെയിമാണ്. ഈ പീനെ ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഡിഫറെന്റ് നെയിംസിലാണ് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഈ ലോക്കൽ നെയിംസ്, അതായത് പി എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ സ്റ്റേറ്റ്സിൽ പോയാൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയാൽ ഈ ലോക്കൽ നെയിംസ് വേരി ചെയ്യുന്നു. ഈവൻ വിത്തിൻ എ കൺട്രി, ഒരു കൺട്രി തന്നെ വേറെ സ്റ്റേറ്റ്സിൽ വേറെ ലാംഗ്വേജസിൽ പീന്റെ പേരും മാറുന്നു. അപ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? അപ്പൊ ഒരു സെൻസ് ഓഫ് കൺഫ്യൂഷൻ ഇസ് ക്രിയേറ്റഡ്. അതായത് ഇത് ആക്ച്വലി എന്താണെന്നുള്ളത് ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഡിഫറെന്റ് നെയിംസ് ആയതുകൊണ്ട് ഒരു സെൻസ് ഓഫ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ആൻഡ് ഈ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ
നമ്മൾ എല്ലാ ലിവിങ് ഓർഗാനിസംസിനും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് നെയിം കൊടുത്തു. ആ സ്റ്റാൻഡേർഡൈസ്ഡ് നെയിമിനെയാണ് നമ്മൾ സയന്റിഫിക് നെയിം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ എന്തുകൊണ്ടാണ് സിംപ്ലർ ആയിട്ട് നമ്മൾ പീന് പകരം സയന്റിഫിക് നെയിം വെച്ച് നമ്മൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? സയന്റിഫിക് നെയിം എല്ലായിടത്തും കോമൺ ആയിരിക്കും, സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പെർട്ടിക്കുലർ ഓർഗാനിസംസ് ആൻഡ് ദേ ആർ നോൺ ബൈ ദ സെയിം നെയിം ഓൾ ഓവർ ദി വേൾഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. A virus is considered as a living organism and an obligate parasite when inside a host cell. പക്ഷെ ഈ വൈറസിനെ നമ്മൾ ബാക്ടീരിയനെയോ ഫംഗൈനെയോ കൂടെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് വൈറസ് ദാറ്റ് ആർ സിമിലർ ടു നോൺ ലിവിങ് ഒബ്ജെക്ട്സ്? നമുക്കറിയാം വൈറസിനെ നമ്മളൊരു നോൺ ലിവിങ് എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഔട്ട്സൈഡ് ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിന്റെ പുറത്ത് ഈ വൈറസ് ലിവിങ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നില്ല. കാരണം എന്താ? അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൈന്റെ കൂടെ ക്ലാസിഫൈ ചെയ്യാത്തതെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? ദേ ആർ ഹാവിങ് ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദി ലിവിങ് സെൽ. ലിവിങ് സെൽ അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിന്റെ പുറത്ത് അവർക്ക് ഇങ്ങനെയാണ് ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ്. ആൻഡ് ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ബീങ്സ് നമ്മൾ ലിവിങ് വേൾഡിൽ പഠിച്ചതാണ്. ഈ ലിവിങ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഇത് ഫുൾഫിൽ ചെയ്യുന്നില്ല. ആൻഡ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് എന്ത് വേണം? വൈറസിന് ഒരു ഹോസ്റ്റ് സെൽ വേണം. അതായത് സ്പെസിഫിക് ഹോസ്റ്റ് സെല്ലിന്റെ പുറത്ത് അവർ ഇനേർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ദേ കനോട്ട് മൾട്ടിപ്ലൈ ഓൺ ദെയർ ഓൺ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സെല്ലുലാർ മെഷീനറി ഇല്ല ടു യൂസ് ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ടു പ്രൊപ്പഗേറ്റ് ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ ബൈ ദി പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? വൈറസിനെ നമുക്ക് ഇനേർട്ട് ആയിട്ട്, അതായത് ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിട്ട് ഹോസ്റ്റ് സെല്ലിന്റെ പുറത്ത് ക്ലാസിഫൈ ചെയ്യുന്നു. ആൻഡ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു നോൺ ലിവിങ് ഒബ്ജെക്ട്സ്. നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിരുന്നു. വൈറസ് ആക്ട്സ് എസ് എ കണക്ടിങ് ലിങ്ക് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ്. അതുകൊണ്ട് തന്നെ അവര് ഒരു കിങ്ഡത്തിലും നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ ദി 5 കിങ്ഡം സിസ്റ്റം ഓഫ് വിറ്റേക്കർ എത്ര കിങ്ഡംസിലാണ് യൂക്കറിയോട്സിനെ കാണാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്ത് 5 കിങ്ഡത്തില് എന്തൊക്കെയാണ് ഈ 5 കിങ്ഡം? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഇതില് മൊണീറയില് എക്സ്ക്ലൂസീവ്ലി പ്രോകറിയോട്സിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ബാക്കിയുള്ള എല്ലാത്തിലും എങ്ങനെയാണ്? യൂക്കറിയോട്ടിക് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോ എത്ര കിങ്ഡത്തിലാണ് വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എത്ര കിങ്ഡംസിലാണ് യൂക്കറിയോട്സ് എന്ന് വെച്ചാൽ എത്ര പറയണം? 1, 2, 3, 4. അതായത് പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. 4 കിങ്ഡംസിലും എങ്ങനെയുണ്ട്? യൂക്കറിയോട്ടിക് ഓർഗാനിസംസിനെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയാറ്റംസ് ആർ ഓൾസോ കോൾഡ് ആസ് പേൾസ് ഓഫ് ഓഷ്യൻ ആൻഡ് വൈ? ആൻഡ് വാട്ട് ഇസ് ഡയറ്റമേഷ്യസ് എർത്ത്? ഡയാറ്റംസിനെ എന്തുകൊണ്ടാണ് പേൾസ് ഓഫ് ഓഷ്യൻ നമ്മൾ വിളിക്കുന്നത്? ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് ഡയറ്റംസ് ഏതിലാണ് നമുക്ക് കാണാൻ പറ്റുക? കിങ്ഡം പ്രോട്ടിസ്റ്റിന്റെ താഴെ നമ്മൾ ഡയറ്റംസിനെ പഠിച്ചത്. ആൻഡ് ഇവരെ ഡയറ്റം എന്ന് വിളിക്കാൻ കാരണം അവർക്ക് ഡിസ്റ്റിങ്ക്റ്റീവ് സെൽ വാൾസ് ഉണ്ട്. ആൻഡ് ഈ സെൽ വാൾസിൽ എന്ത് കാണാൻ പറ്റും? സിലിക്കയുടെ ഡെപ്പോസിറ്റ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്രയും സിലിക്ക എംബെഡ് ആയതുകൊണ്ട് ഈ വാൾസ് എങ്ങനെയാണ്? ഇൻഡിസ്ട്രക്റ്റിബിൾ, അതായത് അൺബ്രേക്കബിൾ ആണ്. അതായത് എങ്ങനെയും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് ആണ് ഡ്യൂ ടു സിലിക്കേന്റെ ഡെപ്പോസിഷൻ. ആൻഡ് ഇത്രയും ഡെപ്പോസിഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ ആയതുകൊണ്ട് അത് എങ്ങനെ ഓർണമെന്റേഷനും കാര്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഓഷ്യന്റെ പേൾസ് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഷോസ് സ്കൾപ്ചറിങ് ആൻഡ് ഓർണമെന്റേഷൻ. അതുകൊണ്ട് നമ്മൾ ഡയറ്റംസിനെ എന്ത് വിളിച്ചു? പേൾസ് ഓഫ് ഓഷ്യൻ. ഇനി ഈ ഡയറ്റംസ് നമുക്കറിയാം, ഡയറ്റംസിന് സിലിക്കയുടെ വാൾ ഉണ്ട്, അപ്പൊ സ്ട്രോങ് ആണ്. ആൻഡ്
they leave behind ഈ large amount of cell walnut deposits. അതിന്റെ ഹാബിറ്റാറ്റിൽ ഇതിന്റെ ലാർജ് amount of സിലിക്കേന്റെ സെൽ walnut deposits ലീവ് ചെയ്യുന്നതുകൊണ്ട് ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുന്നോറും ആസ് ടൈം പ്രോഗ്രസസ് ഇതിന്റെ ആക്യുമുലേഷൻ സംഭവിക്കുന്നു. അതായത് ഇതിന്റെ ഹാബിറ്റാറ്റ്സിൽ ലാർജ് amount ഓഫ് സെൽ വാൾ ഡെപ്പോസിഷൻ നടക്കുന്നു, ആക്യുമുലേഷൻ നടക്കുന്നു. ആൻഡ് ഇതിന്റെ ആക്യുമുലേഷൻ നടക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് വിളിച്ചു. ഇനി അതിന്റെ യൂസസ് എന്താന്ന് വെച്ചാൽ എന്ത് പറയും? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ആൻഡ് ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഡയറ്റംസ് എന്താണ്? ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോ എന്തുകൊണ്ടാണ് പേൾസ് ഓഫ് ഓഷ്യൻ എന്ന് വിളിക്കുന്നത്? അതിന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട് വിച്ച് ഇസ് എംബെഡഡ് വിത്ത് സിലിക്ക ആൻഡ് ദേ ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ സ്കൾപ്ചറിങ്ങിനും ഓർണമെന്റേഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് അവരുടെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് സെൽ വാൾ ആയതുകൊണ്ട് നമ്മൾ അതിനെ പേൾസ് ഓഫ് ഓഷ്യൻ എന്ന് വിളിച്ചു. ആൻഡ് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇവരുടെ ഹാബിറ്റാറ്റിൽ ഈ സ്ട്രോങ് ഇൻഡിസ്ട്രക്റ്റബിൾ സിലിക്കയുടെ സെൽ വാൾ റിമെയിൻ ചെയ്ത് ലീവ് ചെയ്യുന്നു. ആൻഡ് ഇത് ഡെപ്പോസിഷൻ നടന്ന് ബില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷം ഇത് അക്യുമുലേഷൻ നടക്കുന്നു. ആൻഡ് ഈ അക്യുമുലേഷൻ നടക്കുന്നത് കാരണം അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് വിളിച്ചു. ആൻഡ് അതിന്റെ യൂസസ് പഠിച്ചു: പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. There is a myth that immediately after heavy rains in forest, mushrooms appear in large number and make a very large ring or circle, which may be several meters in diameter. These are called as fairy rings. Ini, can you explain this myth of fairy rings in biological terms? ഹെവി റെയിൻസ് കഴിയുമ്പോൾ ഫോറസ്റ്റില് വലിയ ലാർജ് റിങ്സ് അല്ലെങ്കിൽ ലാർജ് സർക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഓരോ സർക്കിൾസിനും എത്രയോ മീറ്റേഴ്സ് ആണ് ഡയമീറ്റർ. ആൻഡ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഫെയറി റിങ്സ് എന്ന് വിളിച്ചു. ഇതിന്റെ ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഹെവി റെയിൻസിന് ശേഷം ഫോറസ്റ്റിൽ വരുന്ന ചേഞ്ചസ് എന്താണ്? കുറെ മോയ്സ്ചറും ന്യൂട്രിയൻസും, അതായത് പ്ലാന്റ്സും മറ്റ് സോയിലിൽ ട്രാപ്പ് ആയി കിടക്കുന്ന മോയ്സ്ചറും ന്യൂട്രിയൻസും ഒക്കെ they get passed down in soil. And ഇങ്ങനെ പാസ് ഡൗൺ ചെയ്യുമ്പോൾ ഓരോ ലെയർ കടന്നു പോകുമ്പോൾ അവരെന്തിന് ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യും? അതായത് മഷ്റൂമിന്റെ മൈസീലിയൽ ഗ്രോത്തിന് അല്ലെങ്കിൽ ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ മൈസീലിയത്തിൽ നിന്ന് ആര് റൈസ് ചെയ്യുന്നു? ബസിഡിയോ കാർപ്സ് ഓഫ് അഗാരിക്കസ്. അതായത് മഷ്റൂമിന്റെ ബസിഡിയോ കാർപ്സ് അല്ലെങ്കിൽ ബസിഡിയോ കാർപ്പ് എന്ന് പറഞ്ഞ ബോഡീസ് റൈസ് ചെയ്യുന്നു ഫ്രം ദിസ് മൈസീലിയം പ്രസന്റ് ഇൻ ദി സോയിൽ. ആൻഡ് ഈ മൈസീലിയം എങ്ങനെ വന്നു? ഡ്യൂ ടു ദി പാസിംഗ് ഡൗൺ ഓഫ് ദി മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് ബിയോണ്ട് ദി സോയിൽ ലേയേഴ്സ്. ആൻഡ് ഈ ഗ്രോത്ത് ബസിഡിയോ കാർപ്സ് ഓഫ് അഗാരിക്കസിന്റെ ഗ്രോത്ത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? ദേ അപ്പിയർ ഇൻ എ സർക്കിൾ, അതായത് ലൈക്ക് എ റിംഗ് ഫോർമേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഈ ബാസിഡിയോ കാർപ്സ് എന്ത് റിസംബിൾ ചെയ്യുന്നു? ബട്ടൺസിനെ റിസംബിൾ ചെയ്യുന്നു. ആൻഡ് അവർ എന്ത് രീതിയിലാണ് വളരുക? റിംഗ് ഫോർമേഷനിലാണ് വളരുക. അതുകൊണ്ട് അതിനെന്തെന്ന് വിളിച്ചു? ഫെയറി റിങ്സ് എന്ന് വിളിച്ചു. അപ്പോ ഈ മിത്തിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ പറയാൻ പറ്റും? ഹെവി റെയിൻസ് കഴിയുന്നു, മോയ്സ്ചറും ന്യൂട്രിയൻസും സോയിൽ ലേയേഴ്സിന്റെ താഴെ സീപ്പ് ചെയ്ത് ഇറങ്ങുന്നു. ആൻഡ് ഇറ്റ് ആക്ടിവേറ്റ്സ് എന്ത്? മഷ്റൂമിന്റെ മൈസീലിയൽ ഗ്രോത്ത്. ആൻഡ് ഈ മൈസീലിയൽ ഗ്രോത്തിന് എന്ത് റൈസ് ചെയ്യുന്നു? ബസിഡിയോ കാർപ്സ് ഓഫ് അഗാരിക്കസ് അല്ലെങ്കിൽ മഷ്റൂം റൈസ് ചെയ്യുന്നു. ആൻഡ് ഈ ബസിഡിയോ കാർപ്സിന് എന്ത് പോലെ ഇരിക്കും? കണ്ടാൽ ബട്ടൺസ് പോലെ ഇരിക്കും. ആൻഡ് അവര് റിംഗ് ഫോർമേഷനിലാണ് വളരുക. അതുകൊണ്ട് അതിനെ നമ്മൾ ഫെയറി റിങ്സ് എന്ന് വിളിച്ചു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. ന്യൂറോസ്പോറ. ന്യൂറോസ്പോറ എന്താണ്? ഒരു ആസ്കോമൈസീറ്റ് ഫംഗസിന്റെ എക്സാമ്പിൾ ആണ്. ഈ ന്യൂറോസ്പോറേനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഒരു ബയോളജിക്കൽ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നു ടു അണ്ടർസ്റ്റാൻഡ് mechanism of plant genetics, much in the same way as Drosophila has been used to study animal genetics. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് ന്യൂറോസ്പോറ സോ ഇമ്പോർട്ടൻറ്റ് ആസ് എ ജനറ്റിക് ടൂൾ? ആനിമൽസിന്റെ ജനറ്റിക്സിനെ പഠിക്കാൻ നമ്മൾ ഡ്രോസോഫൈലിനെ യൂട്ടിലൈസ് ചെയ്തു. അതേപോലെ പ്ലാന്റ്സിന്റെ ജനറ്റിക് പഠിക്കാൻ നമ്മൾ ആസ്കോമൈസീറ്റ് ഫംഗസിന് ഒരു എക്സാമ്പിൾ ആയ ന്യൂറോസ്പോറേനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ന്യൂറോസ്പോറ വിച്ച് ഇസ് ആൻ ആസ്കോമൈസീറ്റ് ഫംഗൈ
is easy to grow and അവരുടെ ലൈഫ് സൈക്കിൾ ഇസ് ഹാപ്ലോയിഡ്. ആൻഡ് ഹാപ്ലോയിഡ് ആകുമ്പോൾ അവരുടെ ജനറ്റിക് അനാലിസിസ് എടുത്ത് നോക്കിയാൽ സിമ്പിൾ ആയിരിക്കും. അവരുടെ ജനറ്റിക് അനാലിസിസ് സിമ്പിൾ ആണ്. സിൻസ് റിസസീവ് ട്രേറ്റ്സ് വിൽ ഷോ അപ്പ് ഇൻ ദി ഓഫ് സ്പ്രിങ്. ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ നമുക്കറിയാം ഒരൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ, അതായത് സിംഗിൾ സെറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് റിസസീവ് ആണെങ്കിലും ട്രേറ്റ്സ് നമുക്ക് ഓഫ് സ്പ്രിങ്ങിൽ എന്താവും, എക്സ്പ്രസ്ഡ് ആയി വരും. ആൻഡ് ബീഡിൽ ആൻഡ് ടാറ്റം എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ഈ ന്യൂറോസ്പോറ ക്രാസേനെ എക്സ്റേക്ക് എക്സ്പോഷർ കൊടുത്ത് എന്താക്കി, അവർക്ക് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കി. ആൻഡ് ഈ മ്യൂട്ടേഷൻസ് അവർ കൂടുതൽ പഠിച്ചവർ എന്ത് പ്രൊപ്പോസ് ചെയ്തു, 1 ജീൻ 1 എൻസൈം എന്ന് പറഞ്ഞ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി. അപ്പോ നമ്മള് ഇത് ബാക്കിയുള്ളത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ആൻഡ് ഇതിന്റെ ബേസിക് ആൻസർ എന്തായിട്ട് ഒരു ന്യൂറോസ്പോറ ജനറ്റിക് ടൂൾ ആയിട്ട് ഉപയോഗിക്കാം. കാരണം അതിന്റെ ഗ്രോ ചെയ്യാൻ അത് ഈസിയാണ്, അല്ലെങ്കിൽ കൺവീനിയന്റ് ആണ്. ഇറ്റ് ഇസ് കൺവീനിയന്റ് ഓർ ഈസി ടു ഗ്രോ. ആൻഡ് അവർക്ക് ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ആണ്. ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ആകുമ്പോൾ പ്രത്യേകത എന്താ, ജനറ്റിക് അനാലിസിസ് സിമ്പിൾ ആയിരിക്കും. ആൻഡ് ഈവൻ റിസസീവ് ട്രേറ്റ്സ് ഏതിൽ കാണാൻ പറ്റും, ഓഫ് സ്പ്രിങ്ങിൽ എക്സ്പ്രസ്ഡ് ആവും. ഇതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിന്റെ ജനറ്റിക്സ് മനസ്സിലാക്കാൻ ന്യൂറോസ്പോറേനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഷോർട്ട് ആൻസർ ടൈപ്പില് ക്വസ്റ്റ്യൻ നമ്പർ 3 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 4 തൊട്ട് 7 വരെയും ബാക്കിയുള്ള ലോങ് ആൻസർ ടൈപ്പും നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. MCQ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഈ ക്ലാസ് എൻഡ് ചെയ്യാണ്. താങ്ക് യു.